ഹലോ ഗൈസ്, എപ്പോഴും എൻ്റെ ചാനലിൽ ലേലം ചെയ്യണതും മീൻ പിടിക്കണതെല്ലാം വീഡിയോസാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഹാർബറിൽ പോയി ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് കുഞ്ഞു ലേലവിളി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മീൻ വാങ്ങാമെന്ന് കരുതി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ രാവിലെ ഹാർബറിൽ പോയി. മീൻ കുറവായതുകൊണ്ട് തന്നെ എൻ്റെ ഷോപ്പ് ഒരു 10 days ആയിട്ട് ഞങ്ങൾ അങ്ങനെ അടച്ചിട്ടേക്കുവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മീനിനെക്കുറിച്ചൊന്നും ഒരു ധാരണയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നി, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം എന്നൊരു ഐഡിയ തോന്നിയപ്പം ഞാൻ വിചാരിച്ചു മീനിൻ്റെതാവാമെന്നോ വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച കണക്കൊന്നുമല്ല. മീനിൻ്റെ ബിസിനസ് വളരെയധികം പാടാണ്, ഭയങ്കര നഷ്ടമാണ്. എന്നാൽ ലാഭം കിട്ടുന്നവർക്ക് ലാഭം കിട്ടുമായിരിക്കും. പക്ഷേ ഞാനൊരു ഷോപ്പിൻ്റെ വിശേഷം കാര്യങ്ങളായിട്ട് ഞാൻ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അതിൻ്റെ ഒരു വിശേഷം കാര്യങ്ങളായിട്ട് ഇനിയൊരു വീഡിയോ പറയാം കേട്ടോ. ഇന്ന് പോയി എത്ര രൂപയ്ക്കാണ് ലേലം വാങ്ങിയത്, ഏതെല്ലാം മീൻ മേടിച്ചെന്നൊക്കെ എന്നുള്ള ഡീറ്റെയിൽസ് ഇന്ന് ഞാൻ പറയാം. ഞങ്ങൾക്കൊരു ചൂര കിട്ടിയായിരുന്നു കേട്ടോ. ചൂര ഞാൻ നേരത്തെ കട്ട് ചെയ്തു. അപ്പോൾ ആ ചൂരയുടെ തലയാണ് ആ പാത്രത്തിൽ അങ്ങനെ കിടക്കണത്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മീനിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഒരു ചാള, മത്തി, അയല, ചൂര ഇത്രയും മീനിനെ കുറിച്ചൊക്കെ അറിയാവും. ഷോപ്പ് ഇട്ടപ്പോഴാണ് കൂടുതൽ മീനുകൾ, ഇത്രയൊക്കെ മീനുകൾ ഈ കടലിനകത്ത് ഉണ്ടായിരുന്നെന്ന് തന്നെ ഞാൻ അറിയണത് ആദ്യമായിട്ടാണ് കേട്ടോ. കല്ലങ്കണവയൊക്കെ ഞാൻ പിക്കിൽ കണ്ടിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ടാണ് കല്ലങ്കണവയൊക്കെ വാങ്ങണതും കഴിക്കണതും ഇതെല്ലാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മീൻ ഞാനിപ്പോൾ എടുത്ത് മാറ്റുന്നില്ലേ, ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഒരു പിടി കിട്ടുന്നില്ല. പക്ഷെ കൊള്ളാം, അത് ഫ്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചില ചേച്ചിമാരുടെയും ചില ആൻറ്റിമാരുടെയും വീഡിയോസിൽ ഞാൻ കാണുന്നുണ്ട് അവർ ഈ മീനിനെക്കുറിച്ചൊക്കെ പറയണതെല്ലാം. അപ്പോൾ ഇതിന് പോയപ്പോൾ ഞങ്ങൾക്കും കിട്ടി ഈ മീൻ. അപ്പം ഞാൻ എല്ലാം കൂടെയൊക്കെ കഴുകി ഓരോരോ പാത്രത്തിലാക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാമെന്ന് കരുതി. കാരണം എൻ്റെ ഷോപ്പ് അടച്ചിട്ട ശേഷം ഞാൻ മീൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പം നമ്മൾ നല്ല ഫ്രഷ് മീൻ പോയി വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് എനിക്ക് വേറെ മീനോട് ഒരു വലിയ താല്പര്യമില്ല. അങ്ങനെയാണ് എല്ലാം കൂടെ ഇങ്ങനെ നുള്ളിപ്പറക്കി കഴുകി വെച്ചേക്കണത്. അപ്പോൾ കിട്ടിയ ഞണ്ടിനെ കുറിച്ച് പറയാം. നല്ല ഞണ്ടായിരുന്നു കേട്ടോ, നല്ല ഞണ്ടായിരുന്നു. അപ്പം ഞണ്ടൊക്കെ ഞാൻ വേറൊരു പാത്രത്തിനകത്താക്കി. പിന്നെ ഇവനെ ഓരോരുത്തരെ നല്ല വൃത്തിയായിട്ട് കഴുകി പിന്നെ ഈ മീനൊരു പ്രത്യേകത ഉണ്ട്, വേസ്റ്റ് കുറഞ്ഞ മീനും മാംസം കൂടുതലും ഉണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ അത്രയും വലിയ മീനൊന്നുമല്ല, ചെറിയ മീനാണ് കിട്ടിയത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. വീഡിയോ കാണാൻ ആർക്കെങ്കിലും ഇതിൻ്റെ പേര് ഓർമ്മ വരുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇച്ചിരി കുരുമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. കാണാനും രസമുണ്ട്, കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഈ മീൻ കിട്ടി. എത്ര രൂപയ്ക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പും. ആദ്യം ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ 50 രൂപയ്ക്കാണ് വാങ്ങിയത്. അത് കഴിഞ്ഞപ്പം വേറൊരു അമ്മ വന്നു, വേറൊരു അമ്മ 20 രൂപയ്ക്കാണ് തന്നത്. പിന്നെ അതെല്ലാം വെച്ച് ഞാൻ പിന്നെ ഒരു ചെറിയൊരു കറി ഒക്കെ വെച്ച്, ചോറ് കറി ആ മീൻ ഞാൻ ഫ്രൈ ചെയ്തു. പിന്നെ തലക്കറി വെച്ചു, ചോറ് വെച്ചു, ചക്ക